ഹായ് there. PCB ഡിസൈനിങ്ങിനെ പറ്റി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ LED ചേസർ PCB ഡിസൈനിങ് ഓൾട്ടിയത്തിൽ പഠിപ്പിക്കുന്ന എൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്കീമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ PCB വിൻഡോയിലേക്ക് കമ്പോണൻസുകൾ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് വന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ കമ്പോണൻസുകളെല്ലാം നമ്മുടെ PCB വിൻഡോയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 2D മോഡിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ 3D മോഡിലേക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിലെ നമ്പർ 3 പ്രസ് ചെയ്യുക. നമ്പർ 3 പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കമ്പോണൻസുകളും കാണാനായിട്ട് സാധിക്കും, നമ്മുടെ PCBയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മളുടെ LED-യുടെ 3D ഫുട് പ്രിന്റ്സ് ഇതിനകത്തില്ല. പേടിക്കണ്ട, നമുക്കതിനെ ആഡ് ചെയ്യാം. അതെന്താണ് ഇതിനകത്ത് വരാഞ്ഞെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഓൾട്ടിയത്തിൻ്റെ ഡിഫോൾട്ട് ലൈബ്രറിയിൽ നിന്നാണ് ഈ ഒരു LED-യുടെ ഫുട് പ്രിന്റിന് നമ്മൾ ആഡ് ചെയ്തത്. അപ്പം നമ്മളത് ശ്രദ്ധിച്ചില്ല 3D മോഡൽ ഉണ്ടോ എന്നുള്ള കാര്യം. ബാക്കി എല്ലാത്തിൻ്റെയും 3D മോഡൽസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം LED-യുടെ 3D മോഡൽ കൂടി നമുക്ക് ഇന്ന് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ PCB നമുക്ക് വ്യൂ ചെയ്യുന്നതിനും ഒന്ന് അസസ് ചെയ്യുന്നതിനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പം LED എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ 3D കണ്ടന്റ് സെൻറ്ററിൽ പോവുക. കണ്ടന്റ് സെൻറ്ററിൽ പോയിട്ട് 2.54 mm പിച്ചുള്ള ഒരു LED-യുടെ 3D മോഡൽ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. നമ്മളിതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ LED-യുടെ 3D മോഡൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയിൽ പോകണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ലൈബ്രറീസ്, അതിൻ്റെ താഴെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ കമ്പൈൽഡ് ലൈബ്രറീസ് എന്ന് പറഞ്ഞിട്ട് കാണും. കമ്പൈൽഡ് ലൈബ്രറീസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഡിവൈസ് ലൈബ്രറി ഉണ്ടായിരിക്കും. അതായത് ഓൾട്ടിയത്തിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ലൈബ്രറി, നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്ന ലൈബ്രറി, അതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴെയായിട്ട് ഡിവൈസ് ലൈബ്രറി അപ്ഡേറ്റഡ് ആയിട്ട് വരും. ഓൾട്ടിയത്തിൻ്റെ ലൈബ്രറി ഓപ്പൺ ആയിട്ട് വരും. അതായത് കമ്പൈൽഡ് ലൈബ്രറിയിൽ കാണുന്ന ഈ മിസെല്ലേനിയസ് ലൈബ്രറി നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് സ്കീമാറ്റിക് ലൈബ്രറി ആയിട്ടും PCB ലൈബ്രറി ആയിട്ടും വരും. അപ്പോൾ അതിൽ നമ്മൾ PCB ലൈബ്രറി സെലക്ട് ചെയ്യുക, സ്കീമാറ്റിക് ലൈബ്രറി സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്കീമാറ്റിക് ലൈബ്രറി ടാബിൽ പോവുക. ടാബിൽ പോയിട്ട് LED എന്ന് പറഞ്ഞത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. LED. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത LED ഏതാണെന്ന് നമുക്കതിനെ എന്തായാലും ഇപ്പോൾ അങ്ങ് മോഡിഫൈ ചെയ്യാം. നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന LED എന്ന് പറയുന്നത് ഈ LED ആണ്. LED 1 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ കറസ്പോണ്ടിങ് ലൈബ്രറിയിലെ LED 1-നെ സെലക്ട് ചെയ്യുക. സ്കീമാറ്റിക് ലൈബ്രറി LED 1. LED 1-നെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫുട് പ്രിന്റിലേക്ക് പോകണം. ഇത് സ്കീമാറ്റിക് സിമ്പിൾ ആണല്ലോ. നമുക്ക് ആദ്യം ഫുട് പ്രിന്റിനെ മോഡിഫൈ ചെയ്യണം. അതായത് ഫുട് പ്രിന്റിലേക്ക് നമ്മളുടെ 3D മോഡൽ ആഡ് ചെയ്യണം. അതിനുശേഷം വേണം LED 1-നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ. സോ പ്രൊജക്റ്റിൽ പോകുന്നു, ഫുട് പ്രിന്റ് സെലക്ട് ചെയ്യുന്നു, PCB ലൈബ്രറി ടാബ് സെലക്ട് ചെയ്യുന്നു, ഇവിടെ LED എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, LED 1 സെലക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്തോട്ട് നമുക്ക് 3D മോഡൽ ആഡ് ചെയ്യണം. പ്ലേസ് 3D ബോഡി LED ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുന്നു. 3 അടിച്ച് നോക്കുന്നു. നമുക്ക് മനസ്സിലായി
റൊട്ടേറ്റഡ് ആയിട്ടാണ്. ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുന്നു. ഇപ്പൊ ഒരു ഇതൊക്കെ കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിൽക്ക് സ്ക്രീനിനെ കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം. സോ നമുക്കിതിനെ ആദ്യം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ 3D മോഡൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ ഒരു 3D മോഡലിനകത്ത് തന്നെ ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്ത 3D മോഡലാണ്. അപ്പോൾ ഈ 3D മോഡലിനകത്ത് തന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3D മോഡൽ ഈ നോച്ച് കാണുന്ന ഭാഗം കണ്ടോ? ആക്ച്വലി ഈ നോച്ച് കാണുന്ന ഭാഗത്ത് ആണ് ഇതിന്റെ ഒരു പിന്ന് വരേണ്ടത്. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ LED-യുടെ നെഗറ്റീവ് പിന്നാണ് ഈ നോച്ച് വരുന്നിടത്ത് എന്നാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ ഈ 3D മോഡലിൽ 90 ഡിഗ്രി ഈ നോച്ചുമായിട്ട് 90 ഡിഗ്രി ഡിഫറൻസിലാണ് ഈ രണ്ട് പിന്നുകൾ വന്നിരിക്കുന്നത്. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ നോച്ചിന്റെ അടുത്തുള്ള പിന്നാണ് യഥാർത്ഥത്തിൽ LED-യുടെ നെഗറ്റീവ് പിന്നായിട്ട് വരുന്നത്. അതായത് നമ്മളൊരു പുതിയ LED വാങ്ങിക്കുന്ന സമയത്ത് പോസിറ്റീവ് പിന്ന് കുറച്ച് വലിയ പിന്നും നീളം കൂടിയ പിന്നും നെഗറ്റീവ് പിന്ന് നീളം കുറഞ്ഞ പിന്നുമായിട്ടായിരിക്കും കിട്ടുക. അപ്പം ആ സമയത്ത് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അതേസമയം നമ്മൾ ആ പിന്ന് കട്ട് ചെയ്തു, രണ്ടും ഈക്വൽ ലെങ്ത് ആക്കി, ആ കമ്പികൾ കട്ട് ചെയ്തിട്ട് രണ്ട് ഈക്വൽ ലെങ്ത് ആക്കി, അത് കഴിഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്ററോ മറ്റ് ഉപകരണങ്ങളുടെ സഹായം ഇല്ലാതെ അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നോച്ച് ഇട്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ LED-യിൽ ഈ നോച്ച് കാണുന്ന പിന്നിന്റെ അടുത്തായിരിക്കും നെഗറ്റീവ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് 3D മോഡൽ ആയതുകൊണ്ട് വിഷയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെല്ലാം സേവ് ചെയ്യുക. സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണും. അപ്ഡേറ്റ് PCB വിത്ത് LED 1 അത് കൊടുക്കുക. എല്ലാം ടിക്ക് ചെയ്ത് വെക്കുക, ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് PCB വിത്ത് ഓൾ കൊടുക്കുക. എല്ലാം ടിക്ക് ചെയ്ത് വെക്കുക, ഓക്കെ കൊടുക്കുക. എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ടാകും. നമുക്കിനി നമ്മളുടെ സ്കീമാറ്റിക് വിൻഡോയിലേക്ക് പോയി നോക്കാം. കണ്ടോ, ഇപ്പം എല്ലാ LED-കളും വന്നിട്ടുണ്ട്, എല്ലാ കമ്പോണൻസുകളും നമ്മളുടെ വന്നിട്ടുണ്ട്. അപ്പം ഇത്ര ഇൻഫർമേഷൻസ് ആയിരുന്നു എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.